നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? ഞാൻ ഒത്തിരി അതായത് ഒരു 3, 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയാവുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ശരിയാവോ ഇല്ലയോ എനിക്കറിയത്തില്ല. ശരിയായാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ. ആ ഒരു ഷേപ്പ് കണ്ടോ? ഏകദേശം ഒരു കുപ്പിയുടെ ഷേപ്പിനിൽ നമ്മളൊരു 5 എണ്ണം വെട്ടിയെടുക്കണം. എന്നിട്ട് ആ വെട്ടിയെടുത്ത 5 പീസസും കാർഡ്ബോർഡിൽ നമ്മൾ വെട്ടിയെടുത്ത 5 പീസസും നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ നേരെ വരാൻ പാകത്തിന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ ഒട്ടിച്ചത് കണ്ടോ? ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. മാസ്കിൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ മാസ്കിൻ ടേപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ദേ ഈ ഒരു ഷേപ്പ് കിട്ടും. അതായത് ഒരു കേർവ് പോലെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ആ 5 പീസസും ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടോ? ഇപ്പോൾ നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് പുറമെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. സൈഡ് പുറത്തേക്ക് വരണം. നമ്മൾ ഒട്ടിക്കുന്ന സൈഡ് പുറത്തേക്ക് വരണം. അതുപോലെ നമ്മൾ 5 പീസസും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഞാൻ ഇതിൽ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ആ സെല്ലോ ടേപ്പെല്ലാം നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഞാനിത് ചെയ്ത് കാണാനുള്ള എൻ്റെ ഒരു ത്വരയുടെ പുറത്തും പിന്നെ ഇത് കുറേ നാൾ കഴിഞ്ഞ് ചെയ്യുന്നതിൻ്റെ ഒരു ഡൗട്ട് വെച്ച് ചെയ്യുന്നത് കൊണ്ടും പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ 5 എണ്ണം ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ 5 എണ്ണം ഒട്ടിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം അത് നല്ല ടൈറ്റ് ചെയ്ത് അകത്തേക്ക് തള്ളി പിടിച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. കാരണം എല്ലാ എഡ്ജും ഒരുപോലെ വരണം. നമ്മൾ ഒരെണ്ണം ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഒട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അകത്തേക്ക് ശരിക്കും പുഷ് ചെയ്ത് പിടിച്ചിട്ട് എഡ്ജ് ചേർത്ത് വെച്ച് തന്നെ ഒട്ടിക്കണം കേട്ടോ. 3 എണ്ണം ഒട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപമൊക്കെ കിട്ടും. 4 എണ്ണം ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 4 ഫേസസുള്ള നമുക്കൊരു ഫ്ലവർ വേസ് കിട്ടും. എനിക്ക് 5 ഫേസസ് ഉള്ളത് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഈ 5 എണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ 5 എണ്ണം ഒട്ടിക്കുമ്പോഴത്തേക്കൊക്കെ നല്ല വീർത്തിരിക്കും. അതാണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ ഇരിക്കും നമ്മളിത് മൊത്തം ഒട്ടിച്ച് കഴിയുമ്പം. ഞാൻ കാണിച്ച മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടോ? ആ നെക്കിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് കണ്ടോ? അത് വരരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ താഴ്ഭാഗവും കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ എടുക്കാൻ ഫോൺ വെച്ചു, പക്ഷെ ഞാൻ ഫോൺ ഓൺ ആക്കിയില്ല. എല്ലാം ഒട്ടിച്ച് ഞാൻ എന്താ ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാമേ.